വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് പെട്ടെന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അതും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അത് പഴം വെച്ചിട്ട് ഒരു കിണ്ണത്തപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരച്ചും കൂടി കൂടുതലെടുക്കാം. 3 അച്ച് ഒരു മീഡിയം സൈസ് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുക്കി അതൊക്കെ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുകയാണ്. കുറച്ചൊരു ബ്രൗൺ നിറത്തിൽ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതൊക്കെ ഞാൻ അതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് നേന്ത്രപ്പഴമാണ് 4ആയിട്ട് നുറുക്കിയ 1 കപ്പ് നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് നേന്ത്രപ്പഴം ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊരു കപ്പ് നേന്ത്രപ്പഴമാണ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പോളം ഞാൻ കുറച്ച് ചെറിയ നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചൂടോട് കൂടിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് 2 സെക്കൻഡും കൂടി ഇളക്കി കൊടുത്ത് 1 സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതെല്ലാം കൂടി ഒരേ രീതിയിലാവുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കുക. ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. അതിന് ഞാൻ ഒരു 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര മുഴുവനായിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതപ്പം നമുക്ക് മാവ് ഒന്നും കൂടി ലൂസാവേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിന് ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെയായിട്ട് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പഴത്തിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മാവ് കുറച്ച് ലൂസാക്കി ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ആവരുത്, എന്നാൽ തീരെ കട്ടിയിലും ആവരുത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ചെറിയ ജീരകമാണ് ഇടുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് നടു പൊട്ടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കുറച്ച് ഒരു 4-5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത് നിങ്ങളോട് പറയാം, ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇടണേ മാവിലേക്ക്. അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതും കൂടി നിങ്ങളിടണം. ഒരു നുള്ളുപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഏകദേശം മാവിൻ്റെ ഒരു കട്ടിയൊക്കെ നോക്കിയിട്ട് ഒരുവിധം മാവ് ഇതുപോലെ കുറച്ച് ഒരു വല്ലാതെ ടൈറ്റ് ആവരുത്. ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് അത് പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിന് ഞാനൊരു ടിഫിനാണ് എടുത്തത്, ടിഫിൻ ബോക്സിൻ്റെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പ്ലേറ്റിലായിരിക്കും നല്ലത്. എനിക്ക് ചെറിയ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റ് എടുത്തതല്ല.
കാരണം ഇത് കുറച്ച് കട്ടിയിലാകുമ്പോൾ നമുക്ക് ടൈം കൂടുതലെടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളടുത്ത് നല്ല ചെറിയ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് അധികമായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല പരന്ന് കിട്ടും ചെയ്യും. അധികം ടൈം എടുക്കില്ല, ഒരു 10-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് ടിഫിനിൽ കുറച്ച് അധികമായിട്ട് ഞാനിങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയിലാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് കുറച്ച് കട്ടിയിൽ ഒഴിച്ചിട്ട് അതിന് മുകളിൽ ഞാൻ 2-3 അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ താഴത്തെ അണ്ടിപ്പരിപ്പ് ഈ മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് പൊന്തിയിട്ടുണ്ട്. എന്നാലും അതൊന്ന് കാണാനും പിന്നെ അത് കടിക്കുമ്പോഴൊക്കെ ഒരു രസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ട് ഒന്ന് ഇഡ്ഡലി ചെമ്പ് അത് മൂടി വെച്ചിട്ട് ആവിക്ക് വെച്ചിട്ടുണ്ട്. എനിക്കത് 20 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ പ്ലേറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം റെഡിയാവും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ അറ്റം എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ അത് പെട്ടെന്ന് തണുത്ത് കിട്ടും. അത് കണ്ടോ, സൈഡിൽ നിന്ന് തണുത്തപ്പോൾ സൈഡൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ വിടിയിച്ച് കൊടുക്കണം. കിട്ടിയതാണ്. എന്നാലും താഴെ ഭാഗം ഒന്ന് വിട്ട് കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ ഇത്, പഴത്തിൻ്റെ കിണ്ണത്തപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല കളറുമാണ്, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഹലുവയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് കുട്ടികളെ മുന്നിൽ കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ഇതിൽ അണ്ടിപ്പരിപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ഇടാം. ഞാൻ ഇതിൽ മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നെയ്യ് അധികമൊന്നുമില്ല. അപ്പോൾ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു റെസിപ്പിയാണിത്. നല്ല സ്നാക്സാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉണ്ടാവും, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഉള്ളിലൊക്കെ അണ്ടിപ്പരിപ്പിൻ്റെ ഈ പീസ് ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോ അതാത് ടൈമിന് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്